പരിശുദ്ധമായ റമദാൻ ഉൾക്കൊള്ളുന്ന മൂന്നാമത്തെ കാര്യം ആ റമദാൻ നോമ്പിന്റെ അത്താഴമാണ്. അത്താഴം കഴിക്കുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെയും മറ്റുള്ളവരുടെയും ഇടയിൽ വേർതിരിക്കുന്ന ഘടകമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സുഹൃത്തായ അബൂ ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് അത്താഴം ഉണ്ടാക്കാൻ ആവശ്യപ്പെടുമായിരുന്നു. പക്ഷേ ഒരല്പം മാത്രമാണ് അത്താഴം കഴിക്കാറുള്ളത്. അപ്പോൾ അബൂ ഖൈസ് റളിയല്ലാഹു അൻഹു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയുണ്ടായി, അത്താഴം എന്നോട് നിങ്ങൾ ഉണ്ടാക്കാൻ പറയുന്നു, പക്ഷേ ഒരല്പം മാത്രമാണല്ലോ നിങ്ങൾ കഴിക്കുന്നത്, ഒരല്പം മാത്രമാണല്ലോ ഭക്ഷിക്കുന്നത്. അപ്പോൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, എനിക്ക് താല്പര്യമുള്ളത് കൊണ്ടല്ല, മറിച്ച് സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന ഫസ്ല മാ ബൈന സിയാമിനാ വസിയാമി അഹ്ലിൽ കിതാബി അക്ലത്തു സഹർ. നമ്മുടെയും മറ്റുള്ളവരുടെയും ഇടയിൽ വേർതിരിക്കുന്ന ഘടകമാണ് അത്താഴം ആത്മാർത്ഥമായി കഴിക്കുന്നത്. സ്വഹാബത്ത് അത്താഴത്തിന് പേര് കൊടുത്തത് ഫലാഹ്, വിക്ടറി, വിജയമെന്നാണ്. തസഹറു ഫഇന്ന ഫിസ്സുഹൂരി ബറക. നിങ്ങൾ അത്താഴം പഠിച്ചോളൂ, അത്താഴത്തിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ട്. നിങ്ങൾ അത്താഴം പഠിച്ചോളൂ, അത്താഴത്തിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാഠമാണ്. അത്താഴം പഠിക്കുന്നത് രണ്ട് കാരണങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്നാമത്തേത്, ജൂതന്റെ സംസ്കാരമല്ല നമ്മുടെ സംസ്കാരം, മറ്റുള്ളവരുടെ കൾച്ചറല്ല നമ്മുടെ കൾച്ചർ, ആരാന്റെ കൾച്ചറല്ല തന്റെ കൾച്ചർ, തന്റെ കൾച്ചർ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്ത് എന്ന പ്രഖ്യാപനമാണ്. അതാണ് ആത്മീയമായ മെസ്സേജ്. രണ്ടാമത്തേത് ഭൗതികമായ മെസ്സേജ് ആണ്. പരിശുദ്ധമായ റമദാനിന്റെ പകലിലെ നോമ്പ് ഊർജ്ജസ്വലതയോടുകൂടെ എനർജറ്റിക്കായി പൂർത്തീകരിക്കാൻ കഴിയണം. ഇങ്ങനെ ഭൗതികവും ആത്മീയവുമായ രണ്ടു നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് അത്താഴം കഴിക്കുന്നത്. തൗഫീഖ് നൽകണേ റബ്ബേ. റമദാൻ ഉൾക്കൊള്ളുന്ന നാലാമത്തെ കർമ്മം നോമ്പ് തുറയാണ്. ലാ യസാലുൻ നാസു ബിഖൈരിൻ, ലാ യസാലുൻ നാസു ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്റ. സമയമായാൽ പിന്തിപ്പിച്ചു കൊണ്ടുപോവാതെ സമയമാകുമ്പോൾ നോമ്പ് തുറക്കുന്ന സമൂഹമാണോ, ആ സമൂഹത്തിന് അല്ലാഹുവിന്റെ ബറക്കത്തുണ്ട്. നോമ്പുകാരന്റെ ഭക്ഷണക്രമം ഓരോ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും പഠിപ്പിച്ചിട്ടുണ്ട്. ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകണേ റബ്ബേ. അഞ്ചാമത്തെ കർമ്മം ആരാന നോമ്പ് തുറപ്പിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഫത്തറ സ്വാഇമാ കാന ലഹു ഇത്ഖു റഖബതി വ മഗ്ഫിറതു ലിദുനൂബി. ആരാന നോമ്പ് തുറപ്പിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് വലിയ മോചനം നൽകുന്നതാണ്, വലിയ മഗ്ഫിറത്തും റഹ്മത്തും നൽകുന്നതാണ്. ഉടനെ സ്വഹാബത്തിന്റെ നിഷ്കളങ്കമായ ചോദ്യം, ലൈസ കുല്ലുനാ യജിദു മാ യുഫത്തിറു ബിഹി സ്വാഇമാ. ഞങ്ങളെല്ലാവരും മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കാൻ മാത്രം സമ്പന്നരല്ല, പരമദരിദ്രരാണ്. അതുകൊണ്ട് ആരാന നോമ്പ് തുറപ്പിക്കാൻ, അതിന്റെ കൂലി ലഭിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബത്തിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി മനസ്സിൽ കുറിച്ചിട്ടുള്ളൂ. യുഅ്തില്ലാഹു ഹാദ സവാബ മൻ ഫത്തറ സ്വാഇമാ അലാ മദഖത്തി ലബനിൻ ഔ തംറത്തിൻ ഔ ശുർബത്തി മാഇ. ഒരൽപ്പം വെള്ളം കൊടുത്തുകൊണ്ടോ, ഒരു ഈത്തപ്പഴത്തിന്റെ ചീട് നൽകിക്കൊണ്ടോ, ഒരൽപ്പം പാല് നൽകിക്കൊണ്ടോ ആരാന നോമ്പ് തുറപ്പിച്ചാലും ആ വലിയ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നതാണ്. അതോടൊപ്പം മൻ അശ്ബഅ ഫീഹി സ്വാഇമാ കാനത് ലഹു മഗ്ഫിറത്തുൽ ലിദുനൂബി. നോമ്പുകാരന് നോമ്പ് തുറക്കുന്ന സമയത്ത് വയറ് നിറയെ ഭക്ഷണം നൽകിയാൽ അല്ലാഹുവിന്റെ പ്രത്യേകമായ മഗ്ഫിറത്തുണ്ട്. വസഖാഹു അല്ലാഹു വസഖാഹു റബ്ബുഹു മിൻ ഹൗലി ശുർബതൻ ലാ
യൽമഉ ബഅദഹാ ഹത്താ യദ്ഖുലുൽ ജന്ന. എന്റെ ഹൗദിൽ നിന്ന് അവനെ കുടിപ്പിക്കുന്നതാണ്. വകാന ലഹു മിസ്ലു അജ്രിഹി മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി ഷൈ. വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല വാരിക്കോരി നൽകുന്നതാണ്. ആരാണ് നോമ്പ് തുറപ്പിച്ചാൽ ആ മനുഷ്യന് ലഭിക്കുന്ന നേട്ടം. അതുകൊണ്ട് ആരാണ് നോമ്പ് തുറപ്പിക്കുന്നത് റമദാൻ ഉൾക്കൊള്ളുന്ന അഞ്ചാമത്തെ കാര്യമാണ്. ആറാമത്തേത് റമദാനിന്റെ രാത്രികളിലെ തറാവീഹ് നിസ്കാരമാണ്. 4 മദ്ഹബും ഐക്യകണ്ഠേന പറഞ്ഞതാണ്. തറാവീഹ് 20 റക്അത്താണ്. അത് സ്ത്രീകൾ നിസ്കരിക്കേണ്ടത് പള്ളിയുടെ അകത്തളത്തിൽ വെച്ചല്ല, മറിച്ച് വീട്ടിന്റെ അകത്തളത്തിൽ വെച്ചാണ്. പുരുഷന്മാരത് ജമാഅത്തായി നിസ്കരിക്കേണ്ടത് പള്ളിയുടെ അകത്തളത്തിൽ വെച്ചുമാണ്. 20 റക്അത്താണ് തറാവീഹ്. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും ഒരേ സ്വരത്തിൽ പഠിപ്പിച്ച കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വജീവിതകാലത്ത് 3 ദിവസം മാത്രമാണ് സ്വഹാബത്തിന്റെ കൂടെ തറാവീഹ് 20 റക്അത്ത് ജമാഅത്തായി നിസ്കരിച്ചത്. 23-ാം രാവിന്റെ അന്ന്, 25-ാം രാവിന്റെ അന്ന്, 27-ാം രാവിന്റെ അന്ന്, ഈ 3 രാവുകളിൽ മാത്രമാണ് സ്വഹാബത്തിന്റെ കൂടെ 20 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജമാഅത്തായി നിസ്കരിച്ചത്. മറ്റുള്ള ദിവസങ്ങളിൽ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നില്ല. സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് വരാത്തത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, ഇല്ല അന്നി ഖശീതു അൻ തുഫ്റദ അലൈക്കും. നിങ്ങളുടെ ആവേശം കൊണ്ടുകൊണ്ട്, നിങ്ങളുടെ ജനാധിക്യം കൊണ്ട് ആ തറാവീഹ് ഗാനം അല്ലാഹു തആല നിർബന്ധമാക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അത് പിന്നീട് വരുന്നവർക്ക് വൈഷമ്യം ഉണ്ടാക്കും, അത് വലിയ പ്രയാസമുണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് വരാതിരുന്നത്. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിലാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എന്ന ഇമാമിന്റെ കീഴിൽ റമദാൻ 30 ദിവസവും പുരുഷന്മാരെ പള്ളിയിൽ ഒരുമിച്ച് കൂട്ടി 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്ന ശൈലി വന്നത്. ആ രംഗം കണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അഭിമാനത്തോടുകൂടെ പറയുകയുണ്ടായി, നിഅമത്തുൽ ബിദ്അതു ഹാദിഹി. ഇത് നല്ലൊരു ആചാരം തന്നെ, ഇത് നല്ലൊരു ആചാരം തന്നെ. അതുകൊണ്ട് റമദാൻ ഉൾക്കൊള്ളുന്ന 6ാമത്തെ കർമ്മം രാത്രികളിലെ തറാവീഹ് 20 റക്അത്ത് തറാവീഹാണ്. ബിദ്ഈകൾക്ക് ഒരു വാദമുണ്ട്. മറ്റുള്ള മാസങ്ങളിലെ വിത്റാണ്, തഹജ്ജുദാണ്, ഖിയാമുൽ ലൈലിയാണ് തറാവീഹ് എന്ന പേരിൽ റമദാനിൽ അറിയപ്പെടുന്നത് എന്ന്. അത് വലിയ വംഗത്വവും വിഡ്ഢിത്തവുമാണ്. നമ്മൾ അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ആ പാശം മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാണ്. ഇവിടെയുള്ളവരെല്ലാം ഹനഫി മസ്ലക് അനുസരിച്ച് അവരുടെ സകാത്ത് കൊടുക്കുന്നവരാണ്, നിസ്കാരം നിർവഹിക്കുന്നവരാണ്, നോമ്പനുഷ്ഠിക്കുന്നവരാണ്. അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു നമ്മുടെ ഗുരു പരമ്പരയിലെ ഏറ്റവും തലപ്പത്തുള്ള കണ്ണിയാണ്. ഈ വിനീതന്റെ ഒരു ഗുരു പരമ്പര പോകുന്നത് അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിലൂടെയാണ്. കാരണം എന്റെ ഗുരുനാഥനാണ്. ഫലമുൽ ഇസ്ലാം കോടമ്പുഴ ബാബ ഉസ്താദ് അവരുടെ ഗുരുനാഥനാണ്. സ്വന്തം പിതാവും കൂടിയായ മുഹമ്മദ് മുസ്ലിയാർ അവരുടെ ഗുരുനാഥനാണ്. അബ്ദുറഹ്മാൻ കുട്ടി മുസ്ലിയാർ മണ്ണുമ്മൽ അവരുടെ ഗുരുനാഥനാണ്. അഹ്മദ് കോയ ഷാലിയാത്തി റളിയല്ലാഹു അൻഹു അവരുടെ ഗുരുനാഥനാണ്. അഹ്മദ് റസാ ഖാൻ ബറൽബി റളിയല്ലാഹു അൻഹു അവരുടേത് അബ്ദുൽ അലി ഖാൻ റംബൂരി അവരുടേത് ഫളുൽ ഹഖൽ ഖൈറാബാദി അവരുടേത് അബ്ദുൽ ഖാദിർ അവരുടേത് താജുൽ ഖലഈ അവരുടേത് അബുൽ അസ്റാർ അൽ ഉജൈമി അവരുടേത് അബ്ദുൽ അലി നാബിൽ സി റളിയല്ലാഹു അൻഹു അവരുടെ ഉസ്താദാണ് ശിഹാബുദ്ദീൻ ഖഫാജി റളിയല്ലാഹു അൻഹു അവരുടെ ഉസ്താദാണ് സഅദുദ്ദീൻ ഖ്വാജ അവരുടെ ഉസ്താദാണ് അബ്ദുറഹ്മാൻ ഇബ്നു അലി മുഹമ്മദ് സാദ അവരുടെ ഗുരുനാഥനാണ് സഅദുല്ലാഹ് അവരുടേത് മുഹമ്മദ് സാമസൂനി അവരുടേത് ഹസൻ സാമസൂനി അവരുടേത് ഇല്യാസ് റളിയല്ലാഹു അൻഹു അവരുടേത് ഖ്വാജ ബാർസ അവരുടേത് മുഹമ്മദ് താഹിരി അവരുടേത് സദുർ ശരീഅ ഉബൈദുല്ലാഹ് അവരുടേത് താജു ശരീഅ മഹ്മൂദ് അവരുടേത് സദുർ ശരീഅ അക്ബർ അഹ്മദ് അവരുടേത് ഇമാദുദ്ദീൻ ഉബൈദുല്ലാഹിൽ മഹ്ബൂബി അവരുടേത് ഇമാദുദ്ദീൻ ഉമർ സഞ്ചരി അവരുടേത് ശംസുൽ ഇമ്മ ബക്കർ സഞ്ചരി അവരുടേത് ശംസുൽ ഇമ്മ അബ്ദുൽ അസീസ് അൽ ഹൽവാനി അവരുടേത് അൽ ഖാദി അബൂ അലി
ഹസൻ ഖദർ നസഫി, അവരുടേത് അബൂബക്കർ അൽ ബുഖാരി, അവരുടെ ഗുരുനാഥൻ അബ്ദുല്ലാഹി സദുലമൂനി, അവരുടേത് അബൂ ഹഫ്സ് സഗീർ അൽ ബുഖാരി, അവരുടേത് അബൂ ഹഫ്സ് അൽ കബീർ അൽ ബുഖാരി, അവരുടേത് അൽ ഇമാം റബ്ബാനി മുഹമ്മദ് ബിൻ ഹസൻ ഷൈബാനി റളിയല്ലാഹു അൻഹു, അവരുടേത് അൽ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്ത് അൻ-നുഅ്മാൻ, അബൂ ഹനീഫത്ത് അൽ കൂഫി റളിയല്ലാഹു അൻഹു, അവരുടേത് ഹമ്മാദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു, അവരുടേത് ഇബ്രാഹിം അൻ-നഖബി റളിയല്ലാഹു അൻഹു, അവരുടേത് അൽഖമ റളിയല്ലാഹു അൻഹു, അവരുടേത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അവരുടെ ഗുരുനാഥനാണ് സയ്യിദുനാ വസനദുനാ വശഫീഉനാ വമുസ്തഫാനാ വമുർതളാനാ വമുജ്തബാനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹനഫി മസ്ലക്കുകാരായതുകൊണ്ട് അബൂ ഹനീഫത്ത് അൽ കൂഫി റളിയല്ലാഹു അൻഹുവിലൂടെ നമ്മുടെ ഗുരു പരമ്പര കടന്നു പോകുന്നത് കേൾപ്പിച്ചു എന്ന് മാത്രം. ആ ഗുരു പരമ്പരയിലെ ഓരോ കണ്ണികളുടെയും പൊരുത്തം നൽകണേ അല്ലാഹ്, ഓരോ കണ്ണികളുടെയും പൊരുത്തം നൽകണേ അല്ലാഹ്. ആ വടികളിലൂടെ കടന്നു വന്നത് തറാവീഹ് 20 റക്അത്താണ്, 8 റക്അത്തല്ല. അല്ലാഹുവേ, ഭംഗിയായി ആത്മാർത്ഥമായി നിർവഹിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. റമളാൻ ഉൾക്കൊള്ളുന്ന 7ാമത്തെ കർമ്മമാണ് ഇന്തിമാറു ലൈലത്തുൽ ഖദർ. പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിനെ നന്നായി കാത്തിരിക്കണം. ലൈലത്തുൽ ഖദറിനെ കാത്തിരിക്കുന്നത് റമളാനിന്റെ സൗന്ദര്യമാണ്. മൻ ഖാമ ലൈലത്തുൽ ഖദരി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. 80 വർഷങ്ങളെ മറികടക്കുന്ന, 1000 മാസങ്ങളെ മറികടക്കുന്ന പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ വജ് കാംക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും ഉറക്കൊഴിച്ച് ഇബാദത്ത് ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ പാപമുക്തനായി പ്രഖ്യാപിക്കുന്നതാണ്, പാപബന്ധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. അല്ലാഹുവേ, തൗഫീഖ് നൽകണേ റബ്ബേ. റമളാൻ ഉൾക്കൊള്ളുന്ന അടുത്ത കർമ്മമാണ് പരിശുദ്ധമായ ഖുർആൻ ഓത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റമളാനിലെ ഓത്തിനെ കുറിച്ച് സ്വഹാബത്ത് പറഞ്ഞത് കാണാം. വകാന ജിബ്രീലു അലൈഹിസ്സലാം ഹീന യൽഖാഹു ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാൻ ഫയുദാരിസുൽ ഖുർആൻ. ഖറബുൽ അംലാക് ജിബ്രീൽ അലൈഹിസ്സലാം പരിശുദ്ധമായ റമളാനിന്റെ എല്ലാ രാത്രികളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വരും. അങ്ങോട്ട് ഓതി കൊടുക്കും, ഇങ്ങോട്ട് ഓതി തരാൻ ആവശ്യപ്പെടും. പരിശുദ്ധമായ റമളാനിലെ എല്ലാ രാത്രികളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുഖറബുൽ അംലാക് ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആൻ അങ്ങോട്ട് ഓതി കൊടുക്കും, തിരിച്ചിങ്ങോട്ട് ഓതി തരാൻ ആവശ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഖുർആൻ ഓത്തിന്റെ മാസമാണ്. അടുത്ത കർമ്മമാണ് ദാനധർമ്മത്തിന്റെ മാസം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസി ബിൽ ഖൈരി വഅജ്വദ മാ യകൂനു ഫീ ശഹ്രി റമളാൻ ഹീന യൻസലിഖ് ഫയതീനി ജിബ്രീൽ അലൈഹി സലാം വകാന അജ്വദൻ നാസി ബിൽ ഖൈരി മിന الرീഹിൽ മുർസലതി സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ റമളാൻ കടന്നു വന്നാൽ അതിവേഗതയിൽ അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റിനേക്കാൾ വലിയ വേഗതയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിലെ ദിർഹമുകളും ദീനാറുകളും വളരെ പെട്ടെന്ന് ചെലവഴിഞ്ഞു പോകുന്നതാണ്. കാറ്റിനേക്കാളും വേഗതയിൽ കൈത്തടത്തിലെ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിൽക്കിലെ ദീനാറുകളും ദിർഹമുകളും പാവപ്പെട്ടവരുടെ കരങ്ങളിലേക്ക് എത്തുമായിരുന്നു. മിസ്കീന്മാരുടെയും പാവപ്പെട്ടവരുടെയും കരങ്ങളിലേക്ക് എത്തുമായിരുന്നു. സഹോദരന്മാരെ, പരിശുദ്ധമായ റമളാൻ ദാനധർമ്മത്തിന്റെ മാസമാണ്. അടുത്ത കർമ്മമാണ് ഇഅ്തികാഫ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുജാബിറു ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ. പരിശുദ്ധമായ റമളാനിൽ പ്രത്യേകിച്ചും അവസാനത്തെ 10ൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഅ്തികാഫിരിക്കാറുണ്ട്, പള്ളിയിൽ ഇഅ്തികാഫിരിക്കാറുണ്ട്. തൗഫീഖ് നൽകണേ റബ്ബേ. അടുത്ത കർമ്മമാണ് പരിശുദ്ധമായ റമളാനിലെ സന്ദർഭോചിതമായ ദിക്റുകൾ. ഒന്നാമത്തെ 10 റഹ്മത്തിന്റെ 10ആണ്, രണ്ടാമത്തെ 10
മഗ്ഫിറത്തിന്റെ 10ആണ്. മൂന്നാമത്തെ 10 ഇത്ഖും മിനന്നാരിന്റെ 10ആണ്. ഓരോ 10കളിലും സന്ദർഭോചിതമായി ദിക്റുകളുണ്ട്. അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ. കാരുണ്യത്തിന്റെ 10ൽ അല്ലാഹുവോട് കാരുണ്യത്തെ ചോദിക്കണം. കാരുണ്യം നഷ്ടപ്പെട്ട ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മാതാപിതാക്കൾക്ക് മക്കളോട് കാരുണ്യം നഷ്ടപ്പെടുകയാണ്. മക്കൾക്ക് മാതാപിതാക്കളോട് കാരുണ്യം നഷ്ടപ്പെടുകയാണ്. ജീവജാലങ്ങളോട് ദയാദാക്ഷിണ്യം നഷ്ടപ്പെടുന്നു. ഈ അടുത്താണ് ശരണ്യ എന്ന് പറയുന്ന അമ്മ ഒരു ചോര പൈതലിനെ കാമുകനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആ ചോര പൈതലിനെ സമുദ്രത്തിന്റെ അടിയിലേക്ക് എറിഞ്ഞത്. 1.5 വയസ്സുള്ള ചോര പൈതലിനെ കാമുകനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സന്തോഷിപ്പിക്കാൻ വേണ്ടി കടലിന്റെ അടിയിലേക്ക് എറിഞ്ഞ 1.5 വയസ്സുള്ള കുട്ടിയെ ജീവൻ പോയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ കുട്ടി എടുത്തുകൊണ്ടും പാറക്കെട്ടിലേക്ക് എറിഞ്ഞു. അപ്പോഴും ജീവൻ പോയില്ല എന്ന് മനസ്സിലാക്കി വീണ്ടും പാറക്കെട്ടിലേക്ക് നിരന്തരം എറിയുന്ന അമ്മ 10 മാസം ഗർഭം ചുമന്നു. വേദനകൾ കടിച്ചിറക്കി പ്രയാസങ്ങൾ തരണം ചെയ്ത് കടമ്പകൾ മറികടന്ന് അവസാനം നൊന്തുപറ്റ തള്ള തന്നെ സ്വന്തം മക്കളെ ജീവനൊടുക്കുന്ന, സ്വന്തം മക്കളെ കൊല്ലുന്ന കാരുണ്യം പറ്റിയൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലാണ് ഒരു പിതാവ് ഏറ്റവും ക്രൂരമായൊരു കൃത്യം ചെയ്തത്. ജിഹാൻ എന്ന് പറയുന്ന ഒരു വയസ്സുള്ളൊരു പൈതല്, ആ പൈതിങ്ങനെ അട്ടഹസിച്ച് കരഞ്ഞതിന്റെ പേരിൽ കരച്ചിൽ അലോസരപ്പെട്ടു എന്ന പേരും പറഞ്ഞ് ആ ചോര പൈതലിന്റെ ഉദരഭാഗത്തേക്കാണ് കൈമുട്ടുകൊണ്ട് 8ഓളം തവണ കുത്തിയത്. ആ കുട്ടി മരണപ്പെട്ടു, ശ്വാസം കിട്ടാതെ മരണപ്പെട്ടു. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് ആ ഉദരഭാഗത്ത് 5-8ഓളം ക്ഷതമേറ്റ അടയാളങ്ങളുണ്ട്. ആ പിതാവിനെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞതാണ്, കുട്ടിയുടെ കരച്ചിൽ അലോസരമുണ്ടാക്കി, അതുകൊണ്ട് ആ ദേഷ്യത്തിൽ ഞാൻ എന്റെ കൈമുട്ടുകൊണ്ട് 5-8 തവണ കുട്ടിയുടെ ഉദരഭാഗത്ത് കുത്തി എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹം ക്ഷയിച്ചു പോകുന്ന കാലമാണ്. കാരുണ്യം നഷ്ടപ്പെടുന്ന കാലമാണ്. ഭർത്താവിനെ കൊല്ലുന്ന ഭാര്യമാരുണ്ട്, ഭാര്യമാരുടെ കഴുത്തറുക്കുന്ന ഭർത്താക്കന്മാരുണ്ട്, കാമുകന്മാർ ആ സുഖ ജീവിതത്തിന് വേണ്ടി ഭാര്യ ഭർത്തൃ ജീവിതത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കുന്നത് കാണാം. അയൽവാസികളെ കൊല്ലുന്നു, ദമ്പതികളെ കൊല്ലുന്നു, കൂട്ടുകുടുംബാംഗങ്ങളെ കൊല്ലുന്നു. കാരുണ്യം നഷ്ടപ്പെടുന്ന കാലത്ത് പരിശുദ്ധമായ റമദാനിന്റെ റഹ്മത്തിന്റെ 10 അല്ലാഹുവോട് റഹ്മത്ത് ചോദിക്കാനുള്ളതാണ്. അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ റഹ്മത്ത് ചൊരിയണേ റഹ്മാനേ. അല്ലാഹുവോട് കരഞ്ഞു ചോദിക്കണം. രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10ആണ്. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ സ്വകാര്യ ജീവിതത്തിലും അല്ലാതെയും എന്നിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം വിട്ടുവീഴ്ച ചെയ്തു തരണേ തമ്പുരാനെ. അല്ലാഹുവോട് കണ്ണുനീർ പൊടിച്ചു പറയണം. മൂന്നാമത്തെ 10 നരകത്തിൽ നിന്ന് മോചിപ്പിച്ചെടുക്കുന്ന 10ആണ്. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. അല്ലാഹുവേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. സ്വർഗ്ഗത്തിൽ പ്രവേശം നൽകണമേ. ദുആ ചെയ്യാനുള്ള അവസരമാണ് പരിശുദ്ധമായ റമദാനിൽ. അങ്ങനെ സന്ദർഭോചിതമായ ഒരുപാട് ദുആകളുണ്ട്. നോമ്പ് തുറന്നാൽ പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു ലഹബല്ലമഉ വബ്തല്ലത്തുൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. ആ ദിക്ർ ചൊല്ലൽ സുന്നത്തുണ്ട്. അതുകൊണ്ട് റമദാനിൽ പ്രത്യേകമായി ഉൾക്കൊള്ളേണ്ട കർമ്മമാണ്. സന്ദർഭോചിതമായ ദിക്റുകൾ തൗഫീഖ് നൽകണേ റബ്ബേ. അതുപോലെ മറ്റുള്ള മാസങ്ങളിൽ നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കാറുണ്ടെങ്കിൽ പരിശുദ്ധമായ റമദാനിൽ പ്രത്യേകമായി ഗൗനിച്ചുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കണം. അതുപോലെ ഇൽമിന്റെ മജ്ലിസ് കൂടുതൽ സജീവമാക്കേണ്ട സന്ദർഭങ്ങളാണ്. അതുപോലെ ബദരീങ്ങളുടെ ആണ്ടിന്റെ മാസമാണ് റമദാൻ. ഇങ്ങനെ റമദാൻ നേരിട്ടും അല്ലാതെയും ബന്ധപ്പെടുന്ന 15ഓളം കർമ്മങ്ങളുണ്ട്. അല്ലാഹുവേ ആ കർമ്മങ്ങളെല്ലാം ആത്മാർത്ഥമായി നിർവഹിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. എപ്പോഴേ നല്ല പ്രതിജ്ഞ ചെയ്യണം. ആ റമദാൻ ഒരുപാട് ഇൽമുകൾ സംഭരിക്കാവുന്ന നല്ല റമദാനായി മാറണം. സ്ത്രീകൾക്ക് വേണ്ടി നല്ല വനിതാ ക്ലാസ്, ഇവിടെയുള്ള ഉസ്താദ്
ഉസ്താദുമാരെ സംഘടിപ്പിക്കണം. പുരുഷന്മാർക്ക് വേണ്ടി എല്ലാ വെള്ളിയാഴ്ചയും 1-2 മണിക്കൂർ നല്ല മസാല ക്ലാസ്സുകളോ സുബ്ഹിന്റെ ശേഷം നല്ല ഖുർആൻ തജ്വീദിന്റെ ക്ലാസ്സുകളോ സംഘടിപ്പിക്കണം. കാരണം റമദാനായാൽ ഇൽമു കൊണ്ട് സജീവമാകുന്നത് എല്ലാ നാടുകളിലും നമ്മൾ കാണാറുണ്ട്. തൗഫീഖ് നൽകണേ റബ്ബേ. ഒരു ഇൽമിന്റെ മജ്ലിസിൽ വന്നിരുന്നാൽ നമ്മൾ പരിപൂർണമായും ശുദ്ധീകരിക്കപ്പെടുകയാണ്. ഈ സദസ്സിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നതിന്റെ മുമ്പ് ഏതൊരു മാനസികാവസ്ഥയാണോ അതല്ല ഈ സദസ്സിൽ എണീറ്റ് പോകുമ്പോൾ അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ഇന്നർ റജുല ലയഖ്റുജു മിൻ മൻസിലി വഅലൈഹി മിനദ്ദുനൂബി മിസ്ലു ജിബാലി തിഹാമ ഫഇദാ സമിഅൽ ഇൽമ ഖാഫല്ലാഹ് വസ്തർജഅ മിൻ ദുനൂബി ثم ينصرف إلى منزلي وليس عليه ذنب فلا تفارقوا مجالس العلماء فإن الله لم يخلق على وجه الأرض أكرم من مجلسهم. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രയോഗമാണ്. ഒരാണാവട്ടെ പെണ്ണാവട്ടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു ഇൽമിന്റെ മജ്ലിസിൽ വന്നിരുന്നു. ആ ഇൽമിന്റെ മജ്ലിസിൽ വെച്ച് ഒരുപാട് ആയത്തുകളും ഹദീസുകളും ചരിത്രങ്ങളും കേട്ടു. ആ മജ്ലിസിൽ വന്നിരിക്കുന്നതിന്റെ മുമ്പേ തിഹാമയിലെ ഉയരമേറിയ പർവ്വതങ്ങൾക്ക് സമാനം ഒരുപാട് തിന്മകൾ ചെയ്ത ദുരനുഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ മജ്ലിസിൽ വെച്ച് ഇൽമ കേട്ടപ്പോൾ, ഖുർആൻ ആയത്ത് കേട്ടപ്പോൾ അല്ലാഹ് എന്ന ചിന്ത അങ്കുരിച്ചു. പിന്നീട് പാപബന്ധനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടാണ് ആ മനുഷ്യൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ആഹ്വാനം, ലാ തുഫാരിഖൂ മജാലിസൽ ഉലമാ. ഇൽമിൽ അഹ്ലുകാരെ കൈകാര്യം ചെയ്യുന്ന സദസ്സ് ആരും നഷ്ടപ്പെടുത്തരുതേ. അല്ലാഹ് ഈ വരുന്ന റമദാൻ ഇൽമിന്റെ സദസ്സുകളെ കൊണ്ട് ഗംഭീരമാക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. പരിശുദ്ധമായ റമദാനിനെ മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യേണ്ട 5 ബോധ്യങ്ങൾ പറഞ്ഞു. 6ാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ റമദാൻ മുന്നൊരുക്ക പ്രസംഗമാണ്. ശഅബാനിന്റെ അവസാനത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു റമദാൻ മുന്നൊരുക്ക പ്രഭാഷണം നടത്തി. റമദാൻ മുന്നൊരുക്ക പ്രഭാഷണം ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണാം. അബുൽ ലൈസി സമർഖന്ദി റളിയല്ലാഹു അൻഹു ഹനഫി മദ്ഹബുകാരനാണ്. ഹനഫി മദ്ഹബ് അനുസരിച്ച് ജീവിച്ചയാളാണ് അബുൽ ലൈസി സമർഖന്ദി റളിയല്ലാഹു അൻഹു. അവരുടെ സുപ്രധാനമായ ഗ്രന്ഥമാണ് തംബീഹുൽ ഗാഫിലീൻ. അതിൽ കാണാം ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനോഹരമായ കമനീയമായ ധ്യാനന്ദപൂർണമായ നല്ലൊരു പ്രസംഗം, റമദാനിന്റെ കർമ്മങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രസംഗമാണത്. ഈ സദസ്സിന്റെ ബറക്കത്തിന് വേണ്ടി അത് കേൾപ്പിക്കുകയാണ്. ഹദീസ് മനഃപ്പാഠമാക്കുന്നത് പുണ്യമുള്ള കാര്യമാണ്. ഒരു ചെറിയ ഹദീസിന്റെ തുണ്ട് പോലും മനഃപ്പാഠമാക്കാൻ ഇന്ന് പല പ്രവർത്തകർക്കും സാധിക്കുന്നില്ല, അല്ലെങ്കിൽ സമയം കണ്ടെത്തുന്നില്ല. വിദഈകൾ ചെറിയ തുണ്ടോ വലിയ തുണ്ടോ ഹദീസ് മനഃപ്പാഠമാക്കി സാധാരണക്കാരെ ആശയക്കുഴപ്പത്തിലാക്കുന്നത് കാണാം. ഹദീസ് മനഃപ്പാഠമാക്കുന്നത് ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്ന കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നല്ലറല്ലാഹു ഇംറഅൻ സമിഅ മഖാലതി ഫവആഹാ ഫഅദ്ദാഹാ കമാ സമിഅ മിന്നി. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കാണത്. ഹദീസ് കേട്ട് മനഃപ്പാഠമാക്കിയ മനുഷ്യന്റെ മനസ്സിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രകാശം കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ വലിയ പ്രകാശം കൊടുക്കട്ടെ. പ്രാർത്ഥനാ സ്വരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കാണ്. അതുകൊണ്ട് ചെറിയ ഹദീസ് അല്ലെങ്കിൽ വലിയ ഹദീസ്, ഹദീസിന്റെ മലയാള ആശയം അത് പഠിക്കാൻ നമ്മൾ അവസരം കാണണം. തൗഫീഖ് നൽകണേ റബ്ബേ. ഫോൺ കണ്ടിരിക്കാൻ വേണ്ടി, സിനിമ കണ്ടിരിക്കാൻ വേണ്ടി, കോമഡി കാണാൻ വേണ്ടി, റീൽസുകൾ സ്ക്രോൾ ചെയ്ത് നീക്കാൻ വേണ്ടി എത്ര സമയങ്ങളാണ് കൊല്ലുന്നത്. സംസാരിച്ചിരിക്കാൻ വേണ്ടി, ബടായി പറഞ്ഞിരിക്കാൻ വേണ്ടി, കടത്തിണ്ടകളിൽ ഇരുന്നുകൊണ്ട് ബടായി പറയാൻ വേണ്ടി, കേവലമായി സംസാരിച്ചിരിക്കാൻ വേണ്ടി എത്രയോ സമയങ്ങളെ കൊല്ലുന്നവരാണ് എല്ലാവരും. ഒരല്പസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു 10 ഹദീസെങ്കിലും അതിന്റെ ആശയം
ആശയമെങ്കിലും മനഃപ്പാഠമാക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവണം. ഏതായിരുന്നാലും ഈ സദസ്സിന്റെ ബർക്കത്തിന് വേണ്ടി റമളാൻ മുന്നൊരുക്ക പ്രഭാഷണം കൽപ്പിക്കുകയാണ്. അയ്യുഹന്നാസ് ലഖദ് അളല്ലകും ശഹ്റുൻ അളീമുൻ മുബാറകുൻ ശഹ്റുൻ ഫീഹി ലൈലത്തുൽ ഖദർ വഹിയ ഖൈറുൻ മിൻ അൽഫി ശഹർ ഫറളല്ലാഹു സിയാമാ വജഅല ഖിയാമ ലൈലിഹി തതവ്വഅ ഫമൻ തതവ്വഅ ബിഖസ്ലത്തിൻ മിനൽ ഖൈരി കാന കമൻ നദ്ദാ ഫരീദതൻ ഫീമാ സിവാ വമൻ നദ്ദാ ഫരീദതൻ ഫീ കാന കമൻ നദ്ദാ 70 ഫരീദതൻ ഫീമാ സിവാ വഹുവ ശഹ്റുസ് സ്വബർ വസ്സബ്റു തവാബുൽ ജന്ന വശഹ്റുൽ മുവാസാത്ത് വശഹ്റുൻ യുസാദു ഫീഹി റിസ്ഖുൽ മുഅ്മിനി മൻ ഫത്തറ ഫീഹി صائما كان له عتق رقبة ومغفرة لذنوب قلنا يا رسول الله ليس كلنا يجد ما يفطر به صائما قال النبي صلى الله عليه وسلم يعطي الله هذا الثواب من فطر صائما على مذقة اللبن أو تمر أو شربة ماء ومن أشبع فيه صائما كانت له مغفرة لذنوب وسقاه ربه من حوضي شربة لا يظمأ بعدها حتى يدخل الجنة وكان له مثل وجره من غير أن ينقص من أجره شيء وهو شهر أوله رحمة وأوسطه مغفرة وآخره عتق من النار ومن خفف عن مملوكه فيه أعتقه الله من النار صدق رسول الله صلى الله عليه وسلم ഷഅബാനിന്റെ അവസാനത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ പ്രസംഗമാണ് സഹോദരന്മാരെ, നിർവഹിച്ച പ്രസംഗമാണ് സഹോദരിമാരെ. അല്ലയോ ജനങ്ങളെ, ഉദാത്തമായ മാസം ഇതാ നിങ്ങളിലേക്ക് തണലിട്ടിരിക്കുന്നു. ആ മാസത്തിൽ 1000 മാസങ്ങളെ മറികടക്കുന്ന രാവുണ്ട്. ആ മാസത്തിലെ ഫർദിന് 70 ഫർദിന്റെ കൂലിയാണ്. ആ മാസത്തിലെ സുന്നത്തിന് ഒരു ഫർദിന്റെ കൂലിയാണ്. ആ മാസം ക്ഷമയുടെ മാസമാണ്. ക്ഷമയ്ക്ക് അല്ലാഹു തആല നൽകുന്നത് സ്വർഗ്ഗമാണ്. ആ മാസം സഹകരണത്തിന്റെ മാസമാണ്. ആ മാസം മുഅ്മിനീങ്ങളുടെ മഹനീയമായ ജീവിതത്തിൽ, ജോലികളിൽ, ഭക്ഷണങ്ങളിൽ, വിഭവങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ബറക്കത്തും അഭിവൃദ്ധിയും വാരിക്കോരി നൽകുന്നതാണ്. ദൈർഘ്യമേറിയ ഹദീസ്, അല്ലാഹുവേ ആ ഹദീസിന്റെ പൊരുത്തം നൽകണേ അല്ലാഹ്. ഇനി 7ാമത്തെ കാര്യം, പരിശുദ്ധമായ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കാതെ പോയാൽ അനുഭവിക്കേണ്ടി വരുന്ന അനന്തര ഫലവും തിക്തഫലവും ചിന്തിക്കണം. അതാണ് റമളാനിന്റെ മുന്നോടിയായി മനസ്സിൽ കൊണ്ടുവരേണ്ട 7ാമത്തെ കാര്യം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയുടെ മിമ്പറിലേക്ക് ഇങ്ങനെ കയറുന്ന സമയത്ത് 3 തവണ ആമീൻ 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 എന്ന് പറഞ്ഞു. സ്വഹാബത്ത് ചോദിച്ചു, പ്രത്യേകമായ ദുആ ഇല്ലാതെ എന്തിനാണ് നിങ്ങൾ ആമീൻ 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 എന്ന് പറഞ്ഞത്? എന്തിനാണ് നിങ്ങൾ ആമീൻ 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 എന്ന് പറഞ്ഞത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, മുഖറബുൽ അംലാക് ജിബ്രീൽ അലൈഹിസ്സലാം, മുഖറബുൽ അംലാക് ജിബ്രീൽ അലൈഹിസ്സലാം 3 പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പ്രാർത്ഥനകൾക്കാണ് ഞാൻ ആമീൻ പറഞ്ഞത്. അതിലൊന്നാമത്തെ ദുആ, റഗീബ അൻഫു റജുലിൻ ദഖല അലൈഹി റമളാൻ ثم انسلخ قبل ان يغفر له. ഒരാൾക്ക് റമളാൻ കടന്നു വന്നു, ആ റമളാൻ തീരുകയും ചെയ്തു. ആ റമളാൻ തുടങ്ങി തീരുന്നത് വരെ റമളാൻ കൊണ്ട് ലഭിക്കേണ്ട ഒരു ആനുകൂല്യവും റഹ്മത്തും മഗ്ഫിറത്തും ഇത്ഖും ഒന്നും നേടിയെടുക്കാതെ പോയി. റമളാൻ തുടങ്ങി തീർന്നപ്പോഴും ആ റമളാൻ കൊണ്ട് ലഭിക്കേണ്ട ഒരു ആത്മീയമായ സുഗന്ധവും നേടിയെടുത്തില്ല. അങ്ങനെയുള്ള മനുഷ്യന്റെ മൂക്ക് മണ്ണിനോട് ചേരട്ടെ, അമ്പേ പരാജയപ്പെടട്ടെ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ദൂരെ പോവട്ടെ എന്ന് മുഖറബുൽ അംലാക് ജിബ്രീൽ അലൈഹിസ്സലാം, മുഖറബുൽ അംലാക് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോഴാണ് ഞാൻ ആമീൻ പറഞ്ഞത്. എത്ര ഗൗരവമേറിയ കാര്യമാണ്. അതുകൊണ്ട് റമളാനിന് വേണ്ടി മുന്നൊരുങ്ങണം. ആ റമളാൻ നന്നായി അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിധത്തിലാവണം. കാരണം റഗീബ അൻഫു റജുലിൻ ദഖല അലൈഹി റമളാൻ ثم انسلخ قبل ان يغفر له
റമളാൻ പോസിറ്റീവായി സാക്ഷി നിൽക്കാതെ പോയാൽ ആ മനുഷ്യന്റെ പിന്നീടുള്ള ജീവിതത്തിൽ ബറക്കത്തില്ല, ആ മനുഷ്യന്റെ പിന്നീടുള്ള ജീവിതത്തിൽ ഐശ്വര്യമില്ല. അവന്റെ ഇബാദത്തുകളിലോ അവന്റെ ആരാധനാ കർമ്മങ്ങളിലോ അവന്റെ സുഹൃതങ്ങളിലോ അവന്റെ വിഭവങ്ങളിലോ അവന്റെ സുഹൃതങ്ങളിലോ അവന്റെ ആരാധനാ കർമ്മങ്ങളിലോ ഇഖ്ലാസില്ല, ബറക്കത്തില്ല. അല്ലാഹുവേ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിധത്തിൽ ഇപ്പോഴേ ക്രമീകരിക്കാൻ തൗഫീഖ് നൽകണേ തമ്പുരാനേ. എട്ടാമത്തെ കാര്യം പറയുമെന്ന് ഏറ്റെടുത്ത 8 കാര്യങ്ങളിൽ 8ാമത്തെ കാര്യമാണ് കേൾപ്പിക്കുന്നത്. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടാൻ പോവുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാര്, പൂർവീകരായ മഹാന്മാരുടെ റമളാൻ, അതാണ് 8ാമത്തെ കാര്യം. അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു നമ്മുടെ മദ്ഹബിന്റെ ഇമാമാണ്. അവരുടെ പൊരുത്തം നൽകണേ റഹ്മാനേ. ആ മഹനീയ ജീവിതത്തിലേക്ക് നോക്കൂ, എത്ര മനോഹരമായിരുന്നു അവിടുത്തെ റമളാൻ. അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന് ജീവിതത്തിൽ കരയേണ്ട കാര്യമുണ്ടോ? എത്രയോ വലിയ പദവി അലങ്കരിക്കുന്നയാളാണ്. സ്വഹാബത്തിനെ നേരിൽ കണ്ടയാളാണ്. താബീങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഇജ്തിഹാദ് ചെയ്യാനും ഫത്വ കൊടുക്കാനും ഭാഗ്യം ലഭിച്ചയാളാണ്. എത്രയോ ശിഷ്യന്മാരുള്ള മഹാനാണ്. എത്രയോ ശിഷ്യന്മാരുള്ള മഹാനാണ്. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും ഉദാത്തമായ ഉന്നതമായ നൂറ്റാണ്ടിൽ ജീവിക്കാനും താമസിക്കാനും മരിക്കാനും ഭാഗ്യം ലഭിച്ചയാളാണ്. ഇൽമുൽ ഫിഖ്, കർമ്മശാസ്ത്രം വ്യവസ്ഥാപിതമായി ക്രോഡീകരിച്ചയാളാണ്. സ്വന്തം കൈത്തൊഴിൽ കൊണ്ട് കഠിനാധ്വാനം കൊണ്ട് ദീനിനെ സംരക്ഷിച്ചയാളാണ്. ആരുടെയും ഹദിയ സ്വീകരിച്ചിട്ടില്ല, ഒരു രാജാവിന്റെ മതിയ സ്വീകരിച്ചിട്ടില്ല, ഒരു രാജാവിന്റെയും ശമ്പളം പറ്റിയിട്ടില്ല. അവരന്റെ കരങ്ങളിൽ നിന്ന് അതിയ പോലും സ്വീകരിക്കാതെ നല്ല വസ്ത്രക്കച്ചവടം നടത്തി ദീനിനെ സഹായിച്ചയാളാണ്, ഉലമാഇനെ സഹായിച്ചയാളാണ്. സ്വന്തം മകൻ ഹമ്മാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് ഹമ്മാദ് റളിയല്ലാഹു അൻഹുവിനെ ഫാത്തിഹ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ 1000 വെള്ളിക്കാശ് എണ്ണിക്കൊടുത്തയാളാണ് അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എത്രയോ വലിയ പദവി അലങ്കരിക്കുമ്പോഴും പരിശുദ്ധമായ റമളാനിലെ അവരുടെ ജീവിതം എങ്ങനെയാണ്? റമളാനിൽ 2 ഖത്മാണ് ഓരോ ദിവസവും നിർവഹിക്കാറുണ്ടായിരുന്നത്. ഒരു പകലിലും രാത്രിയിലും ഒരു ഖത്ം, അങ്ങനെ ഓരോ ദിവസവും 2 ഖത്മാണ് അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു നിർവഹിച്ചത്. പോരാത്തതിന്റെ അദ്ദേഹത്തിന്റെ ഒരു റക്അത്തിൽ തന്നെ ഒരു ഖത്മും തീർത്തിരുന്നു എന്ന് അല്ലാമാ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഹൈതമി റളിയല്ലാഹു അൻഹു ഒരു വാക്കുണ്ട്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു നൽകിയ കറാമത്താണ്. തന്റെ സമയങ്ങളെയും ആരോഗ്യങ്ങളെയും അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി വിനിയോഗിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന് നൽകിയ വലിയ പദവിയാണത്. ത്വയ്യുസ്സമാൻ, മഹാന്മാർക്ക് അല്ലാഹു തആല നൽകുന്ന വലിയ പദവിയാണ് ത്വയ്യുസ്സമാൻ. കുറഞ്ഞ സമയം കൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുന്നതാണ് ത്വയ്യുസ്സമാൻ. കുറഞ്ഞ സമയം കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്തു തീർക്കുക. ഒരൊറ്റ റക്അത്തിലാണ് ഒരു ഖത്മ് തീർത്തത്. റമളാനിന്റെ ഓരോ പകലിലും ഓരോ ഖത്മ്, ഓരോ രാത്രികളിലും ഓരോ ഖത്മ്, പെരുന്നാൾ ദിവസവും 2 ഖത്മ്. അങ്ങനെ പെരുന്നാളോടുകൂടി 62 ഖത്മാണ് അല്ലാമാ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു നിർവഹിച്ചത് എന്ന പാഠം ഞാനും നിങ്ങളും ഏറ്റെടുക്കണം. അല്ലാഹ് അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ വഴി സഞ്ചരിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. പൂർവികര റമളാനിനെ ഉപയോഗപ്പെടുത്തിയ പാഠം നമ്മൾ പഠിക്കണം. അതുപോലെ അല്ലാമാ ജൗസി റളിയല്ലാഹു അൻഹു, അദ്ദേഹവും ഹനഫി മദ്ഹബുകാരനാണ്. അല്ലാമാ ജൗസി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു ശഅബാൻ മാസം അങ്ങാടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കേൾക്കണം, ഇത് ശഅബാൻ മാസം അല്ലാമാ ജൗസി റളിയല്ലാഹു അൻഹു അങ്ങാടിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയം ഒരു കള്ളുകുടിയനായ മനുഷ്യൻ പരിശുദ്ധമായ ശഅബാൻ 20 ദിവസം പിന്നിട്ട സമയം റമളാനിന്റെ 10 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന സമയം ഒരു കള്ളുകുടിയനായ മനുഷ്യൻ
ലക്കും ലഗാനുമില്ലാതെ പരിസരബോധം മറന്ന് അങ്ങനെ പാടി ഇങ്ങനെ നടക്കുന്നുണ്ട്. ജൗസി റളിയല്ലാഹു അൻഹു രംഗം കാണുന്നു. കള്ളുകുടിയനായ മനുഷ്യന്റെ പാട്ടെന്താണ്? ഇദൽ ഈശുറൂന മിൻ ശഅബാന വല്ലതി ഫവാസിൽ ശുർബ ലൈലിക ബിന്നഹാരി ولا تشرب بأقداح صغار فإن الوقت ضاق عن الصغار. കള്ളുകുടിയനായ മനുഷ്യൻ ശഅബാൻ 20 മിനിറ്റ് സമയം, റമളാനിന് 10 ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള സമയത്ത് ആ തെരുവിലൂടെ ഓടി നടന്ന പരിസരബോധം നഷ്ടപ്പെട്ട് പാടിയത് അല്ലാഹ് ശഅബാൻ 20 ദിവസം കഴിഞ്ഞല്ലോ, ഇനി റമളാനിന് 10 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. റമളാനായാൽ കള്ളു കുടിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. റമളാനായാൽ കള്ളു കുടിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഈ ലഭിച്ച 10 ദിവസം ഒരുപാട് കുടിക്കണം. ഒരു നേരം കുടിച്ചാൽ പോരാ, ഒരു സമയവും കുടിക്കണം. ചെറിയ ഗ്ലാസിൽ കുടിച്ചാൽ പോരാ, വലിയ ഗ്ലാസിൽ തന്നെ കുടിക്കണം. റമളാനായാൽ കള്ളു കുടിക്കാൻ കഴിയാതെ പോകുമെന്ന ഒരു വലിയ ദുഃഖം വിളിച്ചു പറയുകയാണ് കള്ളുകുടിയനായ മനുഷ്യൻ. റമളാനായാൽ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കള്ളു കുടിക്കാൻ, താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അപരാധം ചെയ്യാൻ കഴിയുമോ എന്ന ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കള്ളുകുടിയനായ മനുഷ്യന്റെ പാട്ട് ഇദൽ ഈശറൂന മിൻ ശഅബാന വല്ലതി ഫവാസിൽ ശുർബ ലൈലിക ബിന്നഹാരി വലാ തശ്റബ് ബി അഖ്ദാഹി സിഗാരി ഫഇന്നൽ വഖ്ത ضاق عن الصغار. റമളാനിന്റെ 10 ദിവസങ്ങൾ, അതുകൊണ്ട് വലിയ ഗ്ലാസിൽ തന്നെ കള്ളു കുടിക്കണം. ചെറിയ ഗ്ലാസിൽ കള്ളു കുടിച്ചാൽ പോരാ, ഒരു നേരം കുടിച്ചാൽ പോരാ, മുഴു സമയം കുടിക്കണമെന്ന് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കള്ളുകുടിയനായ മനുഷ്യന്റെ പാട്ട് കേട്ട് അല്ലാമ ജൗസി റളിയല്ലാഹു അൻഹു കണ്ണുനീർ പൊടിച്ചുപോയി. സഹോദരന്മാരെ, അദ്ദേഹത്തിന്റെ മനം നിറയെ റമളാനാണ്, അദ്ദേഹത്തിന്റെ മനം നിറയെ റജബാണ്, അദ്ദേഹത്തിന്റെ മനസ്സ് നിറയെ ശഅബാനാണ്, അദ്ദേഹത്തിന്റെ മനസ്സ് നിറയെ ലൈലത്തുൽ ഖദറാണ്. പരിശുദ്ധമായ റമളാനിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ജൗസി റളിയല്ലാഹു അൻഹു കള്ളുകുടിയനായ മനുഷ്യന്റെ അശ്ലീലം നിറഞ്ഞ പാട്ട് കേട്ടപ്പോൾ ജൗസി റളിയല്ലാഹു അൻഹു ആ പാട്ടിന് കൊടുത്ത അർത്ഥം എന്തായിരുന്നുവെന്നറിയോ? ഇദൽ ഈശറൂന മിൻ ശഅബാന വല്ലതി ഫവാസിൽ ശുർബ ലൈലിക ബിന്നഹാരി വലാ തശ്റബ് ബി അഖ്ദാഹി സിഗാരി ഫഇന്നൽ വഖ്ത ضاق عن الصغار. പരിശുദ്ധമായ റമളാനിന് 10 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. റമളാനായാൽ ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല, ഒരുപാട് ഓതാൻ സമയം ലഭിച്ചുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഈ 10 ദിവസം ഒരുപാട് ഇബാദത്ത് ചെയ്യണം, ഒരുപാട് ഖത്മ് തീർക്കണം, ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യണം. ചെറിയ ഇബാദത്ത് ചെയ്താൽ പോരാ, വലിയ ഇബാദത്ത് തന്നെ ചെയ്യണം. ഒരു നേരം ചെയ്താൽ പോരാ, മുഴു സമയവും ചെയ്യണം. കള്ളുകുടിയനായ മനുഷ്യൻ ഏത് അപരാധം ആലോചിച്ചുകൊണ്ടാണോ കണ്ണുനീർ പൊഴിച്ചത്, അതേ അപരാധത്തിന് അല്ലാമ ജൗസി റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന അർത്ഥമാണ് ഏറ്റവും ചിന്തനീയം. മനം നിറയെ റമളാനായതുകൊണ്ട്, മനം നിറയെ ലൈലത്തുൽ ഖദറായതുകൊണ്ട്, മനം നിറയെ പരിശുദ്ധമായ റമളാനിന്റെ ദിനരാത്രങ്ങളായതുകൊണ്ട് കാണുന്നതിലും കേൾക്കുന്നതിലും വായിക്കുന്നതിലും വരക്കുന്നതിലുമെല്ലാം റമളാനിനെ വായിച്ചെടുത്തു പോയി. പിന്നീട് അല്ലാമ ജൗസി റളിയല്ലാഹു അൻഹു ആവേശത്തോടുകൂടെ മക്ക മുക്കറമയുടെ വിജനമായ പ്രദേശത്തേക്ക് യാത്ര ചെയ്തുവെന്ന് ഇബ്നു അബ്ബാദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. അല്ലാഹുവേ, അങ്ങനെയുള്ള ആവേശം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ശഅബാനിന്റെ ദിനരാത്രങ്ങളിൽ നിന്നുകൊണ്ട് റമളാനിലേക്ക് നോക്കി ആവേശത്തോടുകൂടെ പാട്ടുപാടിയ മഹാന്മാരുണ്ട്. ശഹറസ്സിയാമി ലഖദ് അലൗത മുകറമ വഗദൗത മിൻ ബൈനി ശുഹൂരി മുഅല്ലമ യാ
صائمي رمضان هذا شهركم فيه يباحكم المهيمن مغنما يا فوز من أطاع فيه إلهه متقربا متجنبا ما حرما فالويل كل الويل للعاصي الذي في شهره يكل الحرام وأجرما റജബിന്റെയും ശഅബാനിന്റെയും ദിനരാത്രങ്ങളിൽ നിന്നുകൊണ്ട് പരിശുദ്ധമായ റമളാനിന്റെ മനോഹരമായ ദിവസങ്ങളിലേക്ക് നോക്കി പൂർവീകരായ മഹാന്മാര് പാടിയ പാട്ടാണ് അല്ലയോ റമളാനെ, നീ എത്രമാത്രം സമ്പന്നനാണ്, നീ എത്രമാത്രം ഭാഗ്യവാനാണ്, നിന്നിൽ ഒരുപാട് സുവർണാവസരങ്ങളാണ്, നിന്നെ ഉപയോഗപ്പെടുത്തിയവൻ ഭാഗ്യവാൻ, നിന്നെ ദുരുപയോഗം ചെയ്തവൻ ഹതഭാഗ്യവാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധമായ റമളാനിന് വേണ്ടി നിഷ്കളങ്കമായി തയ്യാറെടുക്കാനുള്ള വലിയ തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് ശരീരം കൊണ്ടൊരുങ്ങണം, മനസ്സുകൊണ്ടൊരുങ്ങണം, പരിസരം കൊണ്ടൊരുങ്ങണം. റജബിനെയും ശഅബാനിനെയും ഉൾക്കൊള്ളണം. റമളാൻ ഉൾക്കൊള്ളുന്ന കർമ്മങ്ങളെ മനസ്സിൽ കൊണ്ടുവരണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രചോദനദായകമായ വരികൾ ഉൾക്കൊള്ളണം, കേൾക്കണം. റമളാനെങ്ങാനും അനുകൂലമാവാതിരുന്നാൽ അനുഭവിക്കേണ്ടി വരുന്ന അനന്തര ഫലങ്ങൾ ചിന്തിക്കണം. പൂർവീകരായ മഹാന്മാർ റമളാനിനെ ക്രമീകരിച്ചത് പഠിക്കണം. അല്ലാഹ് തൗഫീഖ് നൽകണേ റബ്ബേ. ഏത് സമയത്താണ് മരണം ആടി വിളിക്കുന്നത് എന്ന് പറയാൻ ആർക്കും കഴിയില്ല. ഏത് സമയത്താണ് പരിശുദ്ധമായ റമളാനിലോ അതല്ല റജബിലോ ശഅബാനിലോ ഈ സമയത്തോ ഏത് സമയത്താണ് നമ്മൾ ലോകത്തോട് വിട പറയുന്നത് എന്ന് പറയാൻ കഴിയില്ല. അല്ലാഹുവേ, ഒരുപാട് റജബുകളെയും ശഅബാനുകളെയും റമളാനുകളെയും വരവേൽക്കാനും പൂർത്തീകരിക്കാനും തൗഫീഖ് നൽകണേ റബ്ബേ. എപ്പോ മരിക്കുകയാണെങ്കിലും നല്ല സമയങ്ങൾ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിധത്തിൽ ലോകത്തോട് വിട പറയാൻ കഴിയണം. അവസാനമായി കളിപ്പിക്കട്ടെ, മരണത്തെ കുറിച്ച് ചിന്തിച്ചാൽ നമ്മുടെ ഇബാദത്തുകൾ നല്ല ആവേശമുണ്ടാകും. നോമ്പാവട്ടെ, നിസ്കാരമാവട്ടെ, സകാത്താവട്ടെ, ഹജ്ജാവട്ടെ, ഉംറയാവട്ടെ, ഇൽമ് വഅദിന്റെ മജ്ലിസുകളാവട്ടെ, മരണത്തെ മുന്നിൽ കണ്ടാൽ ആ കർമ്മങ്ങൾക്ക് വലിയ നശാത്തും ആവേശവും ഉണ്ടാകും. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ മോതിരക്കല്ലിൽ കൊത്തിവെച്ചത് എന്താണ്? മോതിരക്കല്ലിൽ ചിന്തനീയമായ വരികൾ കൊത്തിവെക്കുന്ന ശൈലി പൂർവീകരായ മഹാന്മാർക്കുണ്ടായിരുന്നു. ഈ അർത്ഥത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മോതിരക്കല്ലിൽ കൊത്തിവെച്ചത് കഫാ ബിൽ മൗതി വാഇമൻ യാ ഉമറു, കഫാ ബിൽ മൗതി വാഇമൻ യാ ഉമറു, കഫാ ബിൽ മൗതി വാഇമൻ യാ ഉമറു. ഒരു ഉപദേശകന്റെ ഉപദേശത്തെക്കാളേറെ, ഒരു പ്രഭാഷകന്റെ പ്രഭാഷണത്തെക്കാളേറെ, ഒരു ലേഖകന്റെ ലേഖനത്തെക്കാളേറെ, ഒരു എഴുത്തുകാരന്റെ എഴുത്തിനേക്കാളേറെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്നത് ആരാന്റെ മരണമാണ് ഉമറേ, ആരാന്റെ മരണമാണ് ഉമറേ. മോതിരക്കല്ലിലെ വരി കാണുമ്പോൾ അല്ലാഹ് എന്നൊരു ചിന്ത ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ മരണത്തെക്കുറിച്ചുള്ള വരികളാണ് ഉമർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത്. ഈമാനോടുകൂടെ മരിക്കാൻ കഴിയണം, കാമില ഈമാനോടുകൂടെ മരിക്കാൻ കഴിയണം. അല്ലാഹുവേ, ഈ സദസ്സിന്റെ ഗാംഭീര്യം കൊണ്ട് നല്ല മരണം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഈമാനില്ലാത്ത ദുർമരണങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്തതാണ്. ആത്മഹത്യാ മരണങ്ങൾ നമ്മൾ കേൾക്കുന്നു. ഈ അടുത്താണ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം ഭാഗത്തൊരു 22 വയസ്സുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തത്. നല്ല പ്രവർത്തകനായിരുന്നു, പക്ഷേ ആത്മഹത്യ ചെയ്തു. എന്തിനു വേണ്ടിയാണ് ആത്മഹത്യ ചെയ്ത് എന്നറിയില്ല. പണമുള്ള കുടുംബമാണ്, തറവാടുള്ള കുടുംബമാണ്, മാതാപിതാക്കളുണ്ട്, നല്ല ഭവനമുണ്ട്. ഫോണിനടിച്ചോ മറ്റോ എന്നാണ് പോലീസുകാർ പറയുന്ന കാരണം. അല്ലാഹുവേ, ദുർമരണങ്ങളിൽ നിന്ന് കാവല് നൽകണേ അല്ലാഹ്.
സൽമരണം വരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാരണമാണ് നല്ല കൂട്ടായ്മ സൃഷ്ടിക്കുക. നല്ലവരോടൊപ്പം ഇരുന്നാൽ വഅളിന്റെ മജ്ലിസിൽ, ദിക്റിന്റെ മജ്ലിസിൽ, സ്വലാത്തിന്റെ മജ്ലിസിൽ, ജമാഅത്തിന്റെ മജ്ലിസിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഈമാനിന് സംരക്ഷണം ഉണ്ടാകും. അലൈക്കും ബിൽ ജമാഅ വഇയ്യാകും വൽ ഫർഖ ഫഇന്ന ശൈത്താന മഅൽ വാഹിദി വഹുവ മിനൽ ഇത്നൈനി അബ്ആദ വമൻ അറാദ ബുഹ്ബൂഹത്തൽ ജന്നതി ഫലിയൽസമിൽ ജമാഅ. നന്മ ചെയ്യുന്ന കൂട്ടായ്മകളെ മുറുക്കി പിടിച്ചോളൂ. നന്മ ചെയ്യുന്ന കൂട്ടായ്മയിൽ നിന്ന് മാറി നിൽക്കുന്നത് ശ്രദ്ധിച്ചോളൂ. കാരണം മാറി നിൽക്കുന്നവരോടൊപ്പമാണ് ശൈത്താൻ പ്രവർത്തിക്കുന്നത്. 2 പേരോ 3 പേരോ 10 പേരോ 100 പേരോ 1000 പേരോ നന്മയ്ക്ക് വേണ്ടി സംഗമിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഈമാനിന് വലിയ കനം നൽകുന്നതാണ്. ആദർശത്തിന് വലിയ പ്രൊട്ടക്ഷൻ നൽകുന്നതാണ്. ആമിൻ മയ്യത്തിൻ ഇല്ലാ വ തഅറദ അലൈഹി അഹ്ലു മജാലിസിഹി ഫഇൻ കാനൂ മിൻ അഹ്ലി ദിക്രിൻ ഫഅഹ്ലു ദിക്ർ വഇൻ കാനൂ മിൻ അഹ്ലി ലഹ്വിൻ ഫഅഹ്ലു ലഹ്വ്. ഏതൊരാളെ ലോകത്തോട് വിട പറയാനിരിക്കുമ്പോഴും ആരെയാണോ സ്നേഹിച്ച് നടന്നത് അവരെ കണ്ടുകൊണ്ടാണ് ലോകത്തോട് വിട പറയുക. ഫഇൻ കാനൂ മിൻ അഹ്ലി ദിക്രിൻ ഫഅഹ്ലു ദിക്ർ. ദിക്റിന്റെയും ഫിക്റിന്റെയും ഖൈറിന്റെയും സുഹൃതത്തിന്റെയും നന്മയുടെയും ഖൈറായ ജീവിതത്തിന്റെയും ആളുകളെ സ്നേഹിച്ചാൽ ആ മുഖങ്ങൾ കണ്ടുകൊണ്ട് ലോകത്തോട് വിട പറയാൻ കഴിയും. നേരെ മറിച്ച് തിന്മയുടെയും ദുഷ്കൃത്യത്തിന്റെയും കേവലമായ ജീവിതത്തിന്റെയും നിരർത്ഥകമായ ജീവിതത്തിന്റെയും ആളുകളോടൊപ്പം സമയം ചെലവഴിച്ചാൽ ആ മുഖങ്ങൾ കണ്ടുകൊണ്ട് മരിക്കേണ്ട ഗതികേട് വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽമരണം വരിക്കാൻ ഇതുപോലെയുള്ള മജ്ലിസുകളെല്ലാം സബബായി സ്വീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽ ഫാത്തിഹ. സഹോദരിമാരുടെ ഭാഗത്തേക്ക് ഒരു ചെറിയ കുട്ടി ബക്കറ്റുമായിട്ട് വരും. നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടുകൂടെ നല്ല ഹദിയ നൽകണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ധാരാളം ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല വലിയ ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. നമുക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടി ഇന്നലെ ഒരു ആക്സിഡന്റ് പറ്റി കാലിന് പരിക്ക് ഒന്ന് ഹോസ്പിറ്റലിലാണ്. അല്ലാഹുവേ, ഈ മുഅ്മിനീങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, പരിശുദ്ധമായ ശഅബാനിന്റെ ബർക്കത്ത് കൊണ്ട്, ചെറിയ പൈതമക്കളുടെ ബർക്കത്ത് കൊണ്ട്, ഇവിടെ പറഞ്ഞ ഉലൂമിന്റെ ശുഊനിന്റെ ഫുനൂനിന്റെ ബർക്കത്ത് കൊണ്ട്, ഹദീസ് ആയത്തിന്റെ ബർക്കത്ത് കൊണ്ട് ആ കുട്ടിക്ക് ശിഫ നൽകണേ റബ്ബേ. അല്ലാഹ് ശമനം നൽകണേ റഹ്മാനേ. അല്ലാഹ് ശമനം നൽകണേ റഹ്മാനേ. അൽഹംദുലില്ലാഹ്. ഒരു പരിപാടിയുടെ സംഘാടനത്തിന് വേണ്ടി ഈ നാട്ടുകാരും അതുപോലെ പ്രവാസികളുമൊക്കെ ധാരാളം സഹായിച്ചിട്ടുണ്ട്. അവരോടുള്ള നമ്മുടെ കടപ്പാട് ചെറുതല്ല, വളരെ വലിയ കടപ്പാടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മൻ സനഅ ഇലൈക്കും മഅറൂഫ ഫകാഫിഊഹു ഫഇൻ ലം തജിദൂ മാ തുകാഫിഊനഹു ഫദ്ഉ ലഹു ഹത്താ തറൗ അന്നകും ഖദ് കാഫൗതും. ആര് നിങ്ങൾക്ക് എന്ത് ഉപകാരം
ചെയ്താലും തിരിച്ചവർക്ക് അങ്ങോട്ട് ഉപകാരം ചെയ്യണം. കഴിയില്ലേ, ഹൃദയം അറിഞ്ഞ് ദുആ ചെയ്യണം. ചെറിയ ദുആ പോരാ, മനസ്സ് വിളിച്ചു പറയണം. അവരാ ചെയ്ത ഉപകാരത്തിന്റെ ദുആ പകരമായിട്ടുണ്ട് എന്ന് മനസ്സ് വിളിച്ചു പറയുന്നത് വരെ ദുആ ചെയ്യണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം. അതുകൊണ്ട് രോഗികൾക്ക് ശമനം വേണം. നീറുന്ന പ്രശ്നങ്ങളോടുകൂടെ വന്നിരിക്കുന്നവർക്ക് റാഹത്ത് വേണം. മക്കൾ മാതാപിതാക്കളോട് ക്രൂരമായി പെരുമാറുന്നു, അവർക്ക് സൽസ്വഭാവം വേണം. കുടുംബ ബന്ധത്തിൽ അകൽച്ചയുള്ളതും അതൊക്കെ ഐക്യത്തിലാവണം. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുണ്ട്, അതൊക്കെ റാഹത്തിലാവണം. എല്ലാം ഉദ്ദേശിച്ചുകൊണ്ട് ജദ്ദിദൂ ഈമാനകും വനവ്വിറൂ ഖുലൂബകും വസയ്യിനൂ അൽസിനതകും ബിദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين الحمد لله رب العالمين الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അല്ലാഹുവേ, ഞങ്ങൾ ഇതുവരെ പറഞ്ഞത് കേട്ടത് ചെയ്തത് ഇഖ്ലാസുള്ള അമലുകളായി ഖബൂലാക്കണേ അല്ലാഹുവേ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു മാഫാക്കി തരണേ റഹ്മാനേ റബ്ബേ റഹ്മാനേ റഹീമേ സുബ്ഹാനേ അംബിയാ ഔലിയാ സാലിഹീൻ ശുഹദാഇന് പൊരുത്തം നൽകണേ അല്ലാഹ്. ആരോടും വെറുപ്പും വിദ്വേഷവും പകയും പോരുമില്ലാത്ത നിർമ്മലമായ മനസ്സാക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ റൂഹിന് സക്കീനത്ത് നൽകണേ അല്ലാഹുവേ. ഞങ്ങളുടെ മനസ്സുകൾക്കും പവിത്രത നൽകണേ അല്ലാഹുവേ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ ധാരാളം ആളുകളുണ്ട്. മാതാപിതാക്കളിൽ നിന്ന്, വലിയുപ്പമാരിൽ നിന്ന്, കൂട്ടുകുടുംബാംഗങ്ങളിൽ നിന്ന്, ബന്ധുമിത്രാദികളിൽ നിന്ന്, ഗുരു ശിഷ്യഗണങ്ങളിൽ നിന്ന്, ഉലമാഉമറയിൽ നിന്ന്, സഹോദരി സഹോദരന്മാരിൽ നിന്ന്, ഈ നാട്ടിലെ മുഅ്മിനീൻ മുഅ്മിനാത്തിൽ നിന്ന് വിട പറഞ്ഞവർക്കെല്ലാം ഖബറുകളിൽ ആനന്ദം നൽകണേ അല്ലാഹ്. ഖബറുകളിൽ സന്തോഷം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, പഠിക്കുന്ന മക്കളുണ്ട്, മികവ് നൽകണേ അല്ലാഹുവേ. വിവാഹപ്രായമെത്തിയ ആൺമക്കളുണ്ട്, പെൺമക്കളുണ്ട്, നല്ല ദീനുള്ള സുന്നികളായ ഇണകളെ കൊടുക്കണേ റഹ്മാനേ. വിവാഹം കഴിഞ്ഞ വർഷങ്ങളായി മക്കളില്ലാത്തവർ നല്ല സ്വലാഹുള്ള മക്കളെ കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാഹ്. കടബാധിതരുണ്ട്, വെട്ടിക്കൊടുക്കണേ റബ്ബേ. ഗതികേട് കൊണ്ട് ലോൺ എടുത്തു കുടുങ്ങിയവരുണ്ട്, ആ മഹാപാപത്തിൽ നിന്ന് അവരെ നീ കരകയറ്റണേ അല്ലാഹുവേ. ദർസിൽ പഠിക്കുന്ന മക്കളുണ്ട്, മികവ് നൽകണേ റബ്ബേ. ഹിഫ്ളിനെ പഠിക്കുന്ന മക്കളുണ്ട്, മികവ് നൽകണേ അല്ലാഹ്. ഭൗതികം പഠിക്കുന്ന മക്കളുണ്ട്, ഈമാന് ചോർന്നു പോകാതെ, ഇസ്ലാം ചോർന്നു പോകാതെ പഠനം പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബേ റഹ്മാനേ റഹീമേ
സുബ്ഹാനേ. തിന്മകൾ ലാഘവത്തോടുകൂടെ കൈകാര്യം ചെയ്യുന്ന കാലമാണ്. ഹറാമുകൾ സ്റ്റാറ്റസ് വെക്കുന്ന കാലമാണ്. വൈകൃതമായ പ്രണയങ്ങളുടെ കാലമാണ്. അവിഹിത ബന്ധങ്ങൾ പെരുകുന്ന കാലമാണ്. വ്യഭിചാരങ്ങൾ ലാഘവത്തോടുകൂടെ കൈകാര്യം ചെയ്യുന്ന കാലമാണ്. സോഷ്യൽ മീഡിയ ദുരുപയോഗത്തിന്റെ കാലം, ലഹരി അഡിക്ഷന്റെ കാലം. അല്ലാഹുവേ, തലമുറകൾക്ക് ഞങ്ങൾക്ക് എല്ലാവിധ രക്ഷയും നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, എത്രയോ മക്കൾ ലഹരിക്ക് അഡിക്റ്റായി പോയിട്ടുണ്ട്. അല്ലാഹുവേ, ഓരോ നാടുകളിലും സംരക്ഷണം നൽകണേ അല്ലാ. ഫോണിന് അഡിക്റ്റായി പോയ മക്കളുണ്ട്, ഗെയിമിന് അഡിക്റ്റായ മക്കളുണ്ട്, ഒരു തരം സൈക്കോവായി പ്രവർത്തിക്കുന്ന മക്കളുണ്ട്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന മക്കളുണ്ട്. അല്ലാഹുവേ, സൽസ്വഭാവം നൽകണേ റബ്ബേ, മിതമായ പെരുമാറ്റം നൽകണേ അല്ലാ. മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കുന്നവരുണ്ട്. അല്ലാ, സൽസ്വഭാവം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, മക്കളെ കൊണ്ട് കണ്ണുനീര് കുടിക്കുന്ന രക്ഷിതാക്കളുണ്ട്. അല്ലാഹുവേ, ഞങ്ങളിലൂടെ മക്കൾക്കും മക്കളിലൂടെ ഞങ്ങൾക്കും ഇസ്സത്ത് നൽകണേ റഹ്മാനേ. ദില്ലത്ത് വന്നു പോകുന്നതിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ പരിപാടിയുടെ സംഘാടനത്തിന് വേണ്ടി ഈ നാട്ടുകാരെ സഹായിച്ചു, പ്രവാസികൾ സഹായിച്ചു. എല്ലാവർക്കും വാരിക്കോരി നൽകണേ അല്ലാ. എല്ലാവർക്കും വാരിക്കോരി നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, രോഗബാധിതരുണ്ട്, ശമനം നൽകണേ അല്ലാ. കണ്ണിന്റെ കാഴ്ച മങ്ങിയവരുണ്ട്, തലവേദന കൊണ്ടും തലകറക്കം കൊണ്ടും ഇടങ്ങേറാകുന്നവരുണ്ട്, പ്രഷർ ഷുഗർ കൊണ്ട് ശരീരം തളർന്നു പോയവർ, ക്യാൻസർ ട്യൂമർ ബാധിച്ച് ബന്ധപ്പെടുന്നവർ, അപസ്മാര രോഗങ്ങളെ കൊണ്ട് ഇടങ്ങേറാകുന്നവർ, സ്ട്രോക്ക് വന്ന ശരീരം തളർന്നു പോയവർ, ബ്ലീഡിംഗ് കൊണ്ട് ഇടങ്ങേറാകുന്നവർ, ഗർഭപാത്രത്തിൽ മുഴ വന്ന് ബുദ്ധിമുട്ടുന്നവർ, കിണുപ്പുകളിൽ വേദനയുള്ളവർ, ആക്സിഡന്റ് പറ്റി കൈകാലുകൾക്ക് പരിക്ക് പറ്റിയവർ, എല്ലാവർക്കും പരിപൂർണമായ ശമനം നൽകണേ അല്ലാ. ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് ശമനം നൽകണേ റബ്ബേ. ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, നിസ്കരിക്കാൻ മടിയുള്ള മക്കളുണ്ട്, ഉന്മേഷം നൽകണേ റബ്ബേ. ഓതാൻ മടിയുള്ള മക്കളുണ്ട്, നശാത്ത് നൽകണേ അല്ലാ. അക്ഷരങ്ങൾ വഴങ്ങാത്ത മക്കളുണ്ട്. അല്ലാഹുവേ, നന്നായി സംസാരിക്കുന്ന, അക്ഷരങ്ങൾ വഴങ്ങുന്ന നല്ല മക്കളാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഹജ്ജ് ഉംറ സിയാറത്ത് ഞങ്ങളുടെ പൂതിയാണ്, ആഗ്രഹമാണ്, മോഹമാണ്. അല്ലാഹുവേ, നിറവേറ്റി തരണേ റബ്ബേ. അല്ലാഹുവേ, നിറവേറ്റി തരണേ അല്ലാ. അല്ലാഹുവേ, ലോക മനുഷ്യർക്ക് സമാധാനം നൽകണേ റബ്ബേ. ഈ നാട്ടിലെല്ലാ സഹോദര സമുദായാംഗങ്ങൾക്കും ബറക്കത്ത് ചൊരിയണേ റബ്ബേ. ഞങ്ങളുടെ രാജ്യം ഭരിക്കുന്നവർക്ക്, ജനങ്ങളെ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് ഭരിക്കാനുള്ള വിശാലമായ മനസ്സ് കൊടുക്കണേ റഹ്മാനേ. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പാവപ്പെട്ട ന്യൂനപക്ഷങ്ങൾ പീഡിതരാണ്. അല്ലാഹുവേ, എല്ലാവിധ റഹ്മത്തും മദ്ലൂമീങ്ങൾക്ക് നൽകണേ അല്ലാ. വാലിമീങ്ങൾക്ക് ദില്ലത്ത് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഈ ഒരു യുദ്ധം അല്ലാ പരലോകത്ത് വലിയ മുതൽ കൂട്ടാക്കണേ റബ്ബേ. നാളെ ഖബറിലേക്കുള്ള വെളിച്ചമാക്കണേ അല്ലാ. ഖബറന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം ആളമാ സുബ്ഹാന റബ്ബേ, അതിൽ കിടക്കേണ്ടതാണ് സുമാന. അല്ലാഹുവേ, ആ ഖബറിലേക്കുള്ള പ്രകാശമായി സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടിന്റെ മാസമാണ് ശഅബാൻ. അല്ലാഹുവേ, അവരുടെ പൊരുത്തം നൽകണേ അല്ലാ. അല്ലാഹുവേ, അവർ കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. എത്രയാണ് ഇബാദത്ത് ചെയ്തത്, എത്രയാണ് കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്, എത്രയാണ് ഇൽമിനെ സജീവ
സജീവമാക്കിയത്. അല്ലാഹുവേ, ശഅബാനിൽ വിട പറഞ്ഞ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ പൊരുത്തം നൽകണേ റബ്ബേ. അവരുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ഹസൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയത് റഹിമകല്ലാഹ്. അല്ലാഹുവേ, അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന് റഹ്മത്ത് ചൊരിയണേ റഹ്മാനേ. 30 വർഷത്തോളമായി ഇങ്ങനെ തുടരെ നോമ്പ് നോക്കുന്നു. 40 വർഷത്തോളമായി ഈ മാന്യദേഹം കിടന്നുറങ്ങിയിട്ട്. അല്ലാഹുവേ, ഞങ്ങളിൽ ഏറ്റവും വലിയ പണ്ഡിതനാണ് ഇദ്ദേഹം. ഏറ്റവും വലിയ സൂക്ഷ്മത നിറഞ്ഞ ജീവിതം നയിച്ചവരാണ്. ഏറ്റവും വലിയ ഇബാദത്ത് ചെയ്തവരാണ് എന്നിങ്ങനെ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ മദീനയെ പറഞ്ഞ് കരയുന്ന ഹസൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ പൊരുത്തം നൽകണേ റബ്ബേ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിലേക്ക് ചെന്ന് അല്ലാമാ ഷാഫിഈ റളിയല്ലാഹു അൻഹു എന്താവശ്യമുണ്ടെങ്കിലും ആ ഖബർ തവസ്സുലാക്കി ദുആ ചെയ്യും. എന്നിട്ട് ഷാഫിഈ ഇമാം പറഞ്ഞത് കാണാം. എല്ലാ ആവശ്യങ്ങളും അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു മുഖേന നിറവേറ്റപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവേ, അവരെ പോലെയുള്ള മഹാന്മാരോടുള്ള മഹബ്ബത്ത് ഖൽബിൽ പെരുപ്പിച്ചു തരണേ റബ്ബേ. ആഖിബത്താണ് പേടി, ഈമാനാണ് വിഷയം. അല്ലാഹ് സൽമരണം നൽകണേ റബ്ബേ. ദുർമരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ദുർമരണങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഹുസ്നുൽ ഖാതിമത്തോടെയുള്ള മരണം നൽകണേ റബ്ബേ. റജബിന്റെയും ശഅബാനിന്റെയും പൊരുത്തം നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ റമളാനിന്റെ പൊരുത്തം നൽകണേ റബ്ബേ. അവസാനത്തെ ശഅബാനാക്കരുതേ റബ്ബേ. ആ റമളാനിന്റെ മുന്നോടിയായി നിർവഹിച്ചിരിക്കേണ്ട 8 കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജീവിതം നൽകണേ റബ്ബേ. ശരീരത്തിനൊരുക്കം നൽകണേ അല്ലാഹ്. മനസ്സിനൊരുക്കം നൽകണേ റബ്ബേ. പരിസരങ്ങൾക്ക് ഒരുക്കം നൽകണേ അല്ലാഹ്. റജബ് ശഅബാനിന്റെ ഇത്തിആദ് നൽകണേ റബ്ബേ. റമളാൻ ഉൾക്കൊള്ളുന്ന അഅ്മാലിന്റെ ഗൗരവം നൽകണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരികളുടെ ഇബറത്ത് നൽകണേ റബ്ബേ. റമളാൻ അനുകൂലമാവാതിരുന്നാലുള്ള ഗൗരവം ഇപ്പോഴേ ചിന്തിക്കാനുള്ള വിശാലമായ മനസ്സ് നൽകണേ റബ്ബേ. പൂർവികർ കാണിച്ചു തന്നതുപോലെ റമളാനിനെ തർത്തീബ് ചെയ്യാൻ, ക്രമീകരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ അർഹംനാ വആബാഅനാ വഉമ്മഹാതിനാ വഅജ്ദാദനാ വജദ്ദാതിനാ കമാ റബ്ബൗനാ സിഗാറാ വമൻ ഔസൗനാ ബിദ്ദുആ വമൻ കാനൂ മർളാ വമൻ വഖഉ ഫിൽ മുശ്കിലാത്ത് വമൻ اجتمعنا في هذا المجلس المبارك المعقود بمناسبة مجيء شهر رمضان ببركة هؤلاء العلماء كالجبال وبعلومهم كالنضال وبأعمالهم كالنبال وببركة الصلوات على النبي صلى الله عليه وسلم وببركة شمائل النبي صلى الله عليه وسلم. كان النبي صلى الله عليه وسلم فخما مفخما يتلألأ وجهه تلألؤ القمر ليلة البدر أطول من المربوع أقصر من المشدد عظيم الهامة رجل الشعر إن انفرقت عقيقته فرقا وإلا فلا يجاوز شعره شحمة أذنه إذا هو ظفرا أزهر اللون واسع الجبين أزج الحواجب صوابغ في غير قرن بينهما عرق يدره الغضب أقنى العرنين له نور يعلو يحسبه من لم يتأمل وشم كالثلهي سهل الخدين ضليع الفضي مفلج الأسنان دقيق المسربة كأن عنقه جيد دمية في صفاء الفضة معتدل الخلق قادر متماسك سواء البطن والصدر عريض الصدر
صعيد ما بين المنكبين ضخم القراديس أنور المتجرد موصول ما بين اللبة والسرة بشعر يجري كالخط عارس الثديين والبطن مما سوى ذلك أشعر ذراعيني والمنكبين وعالي الصدر طويل الزندين شزن الكفين والقدمين رحب الراحة سائر الأطراف خمسان الأخمسين مسيح القدمين ينبو عنهما الماء إذا زال تقلعا ويخطو تكفيا ويمشي هونا ذريع المشي إذا مشى فكأنما ينحط من صبب وإذا التفت جميعا خافض الطرف ونظره إلى الأرض أطول من نظري إلى السماء جل نظره الملاحظة ويسوق صحابا ويبدر من لقي بالسلام صلى الله عليه وسلم ألف مرة صلى الله عليه وسلم ألف مرة صلى الله عليه وسلم ألف مرة بأنواع رحمتك يا أرحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين الحمد لله رب العالمين دعاء وصية والسلام عليكم ورحمة الله وعليكم السلام.